നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിനന്മാരാ. ഇതാ സഹധർമ്മിണി ശ്രീമതി കോമളം. ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലബാരം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നന്ദി, നമസ്കാരം. ഹലോ ഹലോ. ഇതെന്താ? ഞാനേ എപ്പോ ഫോൺ വിളിക്കുമ്പോഴും നീ നല്ല ആളാണ്, എപ്പോഴും സ്വിച്ച് ഓഫ് പറയാ. നമ്പർ മാറ്റി വയ്ക്കുക. ഇതേത് നമ്പർ? നിന്റെയാ? സുമേഷിന്റെയാ? ഞാൻ വേറെ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടപാടിന്റെ കാര്യം, എനിക്ക് പൈസ തരാണ്ടെന്ന് പറഞ്ഞിട്ട്. 2.5 കൊല്ലം 3 കൊല്ലമായി. പല ഘട്ടങ്ങളായിട്ട് വാങ്ങിയതല്ലേ. അത്രത്തോളം ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം സ്വന്തം എൻ്റെ അനുജനെപ്പോഴും ഞാൻ കരുതിയിട്ടല്ലേ ഘട്ടങ്ങളിൽ തന്നത്. നീ മര്യാദക്കാരനെ കൊണ്ട് തരേണ്ടതല്ലേ? തരാനാ? ഏത് കാലത്ത്? എൻ്റെ മകളുടെ കല്യാണമാണ് ഈ വരുന്ന 22-ാം തീയതി. കറക്റ്റ് 10 ദിവസമേ ഉള്ളൂ. നാളെ സ്വർണ്ണം കൊടുക്കണം വേണ്ട പിള്ളേർ നിർബന്ധിക്കുകയാണ്. ഈ തരികളെ എൻ്റെ അടുത്ത് നീ പറയേണ്ടതാണ്. ഞാൻ നാളെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും. അച്ഛനാണ് പൈസന്റെ കാര്യമൊക്കെ പറയണേ? ഇല്ലല്ല, അത് നമ്മുടെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ കേട്ടല്ലോ അവിടുന്ന് അച്ഛനൊക്കെ പറയണ പൈസ തരാണ്ടെന്നൊക്കെ. അമ്മന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇരിക്കണ്ട, തൂങ്ങിച്ചാണ്ടി വരും. ഇവിടെ വരുന്നില്ല സുമേഷ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 1.5 കൊല്ലം ഈ വഴിക്ക് വരുന്നില്ലല്ലോ സുമേഷേ. അന്ന് ജോലിയും കാര്യങ്ങളും ഉള്ളവൻ തന്നെ. അവൻ എന്നെ കൊണ്ട് പല ഘട്ടങ്ങളിൽ പൈസ മേടിച്ചാണ്. കട്ട് ചെയ്തു, കണ്ട കട്ട് ചെയ്തു. പിന്നെ എന്തിനു കൊടുത്തതാണ്? ഒരിക്കൽ വന്നൊരു 50,000 കൊണ്ടുപോയി, പിന്നെ ഒരിക്കൽ വന്നൊരു 50,000 കൊണ്ടുപോയി. നമ്മൾ വിശ്വസിച്ചു. കയ്യിൽ ചങ്ങല, കഴുത്തി മാല, അത് ഇതൊക്കെ ആയിട്ടുള്ള വരവ്, കാറും വണ്ടി മാനൊക്കെ ആയിട്ട്. അപ്പം എന്ത് ചെയ്തു? നമ്മൾ കൊടുത്തു. ഇപ്പൊ കിട്ടും. ഉറ്റ ചങ്ങാതിയോട് പോരെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തല്ലോ. ഞാൻ ചതിക്കുന്നറിയോ? ഒരു പൈസ തന്നിട്ടില്ല. ഇല്ല, ഒരു ഉറപ്പില്ല. നമ്പർ വിളിക്കും, ബ്ലോക്കും. ഞാൻ നിങ്ങളെ അറിയിക്കാനാവട്ടെ. അപ്പൊ ഗതിമുട്ടിട്ടാണ്. നിങ്ങൾ പറഞ്ഞില്ലേ സ്വർണ്ണം കൊടുക്കാൻ ശരിയല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുകയും. ഇത് എങ്ങനെ എടുക്കും? ഇപ്പോ ഈ 2-2.5 റുപ്യ തരാനുണ്ട്. പിന്നെ ഇവിടെ ആകെ ഉള്ള നക്കാപ്പിച്ചായിട്ട് അടിച്ചു പൊടി കഴിഞ്ഞാൽ ഒരു 1.5 റുപ്യ ഉണ്ട്. അതുകൊണ്ട് സ്വർണ്ണം കിട്ടില്ലല്ലോ. ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഉണ്ണിന്റെ കല്യാണത്തിന്. അതോ അവര് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മളൊരു വീട്ടുകാർ അറിയില്ലല്ലോ കൊടുത്തത്. പിന്നെ അവിടെ പോയിട്ട് എങ്ങനെ ചോദിക്കും? പിന്നെ അല്ല, പല ഘട്ടങ്ങളിൽ പല അമ്മന്റെ അടുത്ത് അമ്മേനെ കൊല്ലും. ഇപ്പൊ അല്ലെങ്കിൽ ചാകേണ്ട ഒരു അവസ്ഥയിലാണ്. വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്. ഇപ്പൊ ഒരാളെ കൊണ്ട് പറഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത്, എന്നെ വിളിച്ചത്. ആൾ കേസ് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ അതന്നെ ശരിയല്ലെങ്കിൽ അച്ഛൻ കേസ് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോഴാണ് എന്നിപ്പോ വിളിച്ചത്. ആള് ഗൗഡയും ചോദിച്ചപ്പോ തരികട പറയാ. എന്റെ പറഞ്ഞപ്പോ എന്താ പറയുക, ഞാൻ ഗൗഡയെ വിളിച്ചു ചോദിച്ചപ്പോ ഞാനിപ്പോ മണ്ണൂത്തിയിലാണെന്ന്. ഒരു കൊല്ലം കൊണ്ട് വിളിക്കുമ്പോ പറഞ്ഞു ഞാൻ മണ്ണാർക്കാടാണെന്ന്. ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയാ. കാശ് തരേണ്ട വഴിയില്ല. എന്റെ പൊടുകയും ചെയ്തു. നോക്ക്, ഞാൻ ആര്യൊക്കെയോ അറിയില്ലേ ലോണും കണക്കെടുത്ത പൈസ പല ഘട്ടങ്ങളും. ഇവിടെ അന്ന് നല്ല ബിസിനസ്സും എനിക്ക് നിങ്ങൾ സംസാരിക്കും. ഫോൺ കട്ട് ചെയ്തില്ലേ? ഹലോ സ്വിച്ച് ഓഫ് ആയി. കാര്യം മനസ്സിലായി. കുട്ടികൾക്ക് അറിഞ്ഞുള്ളത് ഇതാണ് അവസ്ഥ. പിന്നെ എവിടെ വേണ്ട കണ്ടുപിടിക്കാൻ ആള് മുങ്ങിയില്ലേ? ഇവന്റെ വീടാ ഇവിടെ അടുത്ത്. അത് ശരി. ചായയും വെള്ളം കൊടുക്കണതല്ലേ? പറ്റിക്കാൻ ഞാൻ എനിക്ക് അർത്ഥം പറ്റി. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു കൂടുതല്. അതുപോലെ അതിന്റെ കഴിവുമുണ്ട്. പൈസയും വരുമാനമൊക്കെ ഉള്ളത് കൊണ്ട് കൊടുത്താണ്. ഇതേ കൊടുക്കില്ലല്ലോ. ഇപ്പൊ കൊണ്ട് തരുന്നുള്ള വിചാരിക്കുക. അങ്ങനെ പല ഘട്ടങ്ങളും വാങ്ങി. അപ്പോഴും നമുക്ക് എന്താ വരുമ്പോ നല്ല ചുറ്റുപാടും അവസ്ഥ വരികയല്ലേ, പണോട്ട് വെതറയല്ലേ. ഇപ്പൊ നമ്മളെ ശരിക്കും കൊലക്ക് കൊടുക്കേണ്ട അവസ്ഥയിലാക്കി. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഇനിയിപ്പോ 1.5 റുപ്യ ഇനിയിപ്പോ ആര് കൊണ്ടിപ്പോ ഞാനിപ്പോ നാളെ കടമായി. നമ്മുടെ കയ്യിലുള്ള പൈസ ഒന്നും തികയില്ല സ്വർണ്ണം കൊടുക്കാനൊന്നും എവിടെയും പോയി. അമ്മ അറിഞ്ഞാൽ കൊല്ലു തന്നെ. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ കൊണ്ട് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാം. നമ്മളെ ഏതെണ്ണം അറിയില്ല, ഞാൻ ചെയ്യാൻ പറ്റും. സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്താൽ എന്തോ തീരുമാനം. അതന്നെ നല്ലത് അച്ഛാ, അതേ നല്ലത്. ഇങ്ങനെ വേഷം ഉണ്ടാവും. ഇനിയിപ്പോ നാളെ ഇപ്പോ സ്വർണ്ണം കൊടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം ആദ്യം പോയി കണ്ടിട്ട് എന്താ ഞാൻ പൊട്ടു. എന്താ ഞാൻ എല്ലാം പാലാണെന്ന് കരുതി. പെരുമാറ്റം, ചങ്ങല, മാല, അവസ്ഥ, കാറ്, വണ്ടിയിലൊക്കെ വരുമ്പോ നമ്മൾ എന്ത് കണക്കാക്കി ഒത്തിരി വിവരമുള്ളതാണ്. ചതി പൊട്ടു. അങ്ങനെ കുടുങ്ങി കൊണ്ടുപോയതാണ്. നിങ്ങൾ കേൾക്ക, ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഇവിടെ ഇല്ലാന്ന് അടുക്കളയിൽ പണിക്ക് നോക്കപ്പോ അടിക്കുമ്പോ എടുക്ക. ഒന്നുകൂടെ അടിച്ചു നോക്കട്ടെ. ഹലോ. സ്വിച്ച് ഓഫ് ആയി. മുണ്ടാട്ടൂല്ല. എന്തായാലും വീട് തരും. നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. എന്നാലും സ്റ്റേഷനിൽ കൊടുത്താലും കല്യാണത്തിന് പൈസ കിട്ടുമോ? അമ്മ അറിഞ്ഞിട്ടില്ല.
അമ്മയെ അറിയാം, ചീത്ത അറിയാം അച്ഛൻ, എന്തായാലും ചീത്ത അറിയാം. ചതിച്ചു, വഞ്ചിച്ചു, തീരെ ദുഃഖം ഉണ്ടാക്കി തന്നു നമുക്ക്. കിടന്ന എനിക്ക് ഉറക്കൂല. ഇപ്പൊ 1 മാസമായില്ല, നേരെ ഞാൻ ആഹാരം ഇതാ ചിന്തി ആരും പറയാനും പറ്റാണ്ടായി. പൈസ കൊടുക്കുകയും ചെയ്തു. മകളുടെ കല്യാണമായി. ചെലവില്ലേ? ചെലവുണ്ടല്ലോ അച്ഛാ. ഇത് നിങ്ങളെപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോണിൽ ഒച്ചയിലെ അച്ഛന്റെ ബഹളം കേട്ട് വന്നാണ് ഞങ്ങളല്ലേ. ഇനി ഈ നമ്പർ മാറ്റും. ഭൂലോക തരികട പറയില്ലേ? എന്ത് ചെയ്യാൻ നമുക്കൊരു കാര്യം പറ്റും? ചെയ്യാം, നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, അല്ലാണ്ട് നടക്കില്ല. നമുക്ക് പൈസ വേണ്ടേ. അമ്മന്റെ അടുത്ത് എന്താ പറയാം, കഷ്ടമെന്ന് പറയട്ടെ. അമ്മന്റെ അടുത്ത് പറഞ്ഞോളൂ. എന്താ പറയാ? ഞങ്ങൾ അറിഞ്ഞിട്ടോ അമ്മ എന്തായാലും അച്ഛൻ അമ്മന്റെ അടുത്ത് ആദ്യം പറയും. പറയേ. അച്ഛൻ പറയും, ഞങ്ങള് പറയില്ല. ശരി ശരി. ഞാൻ ഇനിയിപ്പോ നോക്കാം. ഞാൻ നാളെ നേരം വിളിച്ച് പരാതി കൊടുക്കാതെ ശരി മാത്രമേ നടക്കുള്ളൂ. അതന്നെ നല്ലത് അച്ഛാ, എന്താ പറയാ? പരാതി കൊടുക്കുക. നമ്മളെ ചതിച്ചു.